ചേട്ടാ ഈ ബേസിക്കലി എനിക്കറിയാവുന്ന എന്നാന്ന് വെച്ചാൽ സർ ഒരു ക്യാമറമാൻ ആണ്, ഒരു ഡയറക്ടർ ലേറ്റർ അറിയാം, അറിയാം. പക്ഷേ ബീങ് എ ക്യാമറമാൻ ആയിട്ടല്ല വന്നത്. യു വേർ എ ചൈൽഡ് ആർട്ടിസ്റ്റ് വൺസ്. എന്തിനാ അതൊക്കെ അതൊക്കെ അല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം അല്ലേ ചേച്ചി? അതല്ല ശരി? അപ്പൊ ഞങ്ങൾക്ക് മുതൽ അറിവാട്ടോ. ശരി, എന്നാ തുടങ്ങാം. പിന്നെ കഥ കേൾക്കുന്ന കൂട്ടാണേ. ഈ ഒരിക്കലും തന്നെ ഞാൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എങ്ങനെയായാലും ശരി. ഞാൻ ജനിച്ചത് വളർന്നത് തൃശ്ശൂർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് തൃശ്ശൂരാണ്. ഇന്നും നമ്മൾ പാട്ടുരാക്കിൽ എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ്. എൻ്റെ അമ്മ ഒരു ഭയങ്കര കലാകാരിയായിരുന്നു. ആ പാട്ടിനോട് അവരൊന്നും ചെയ്യൂല. പാട്ടിനോട് ഇഷ്ടമാണ്, ഡാൻസിനോട് ഇഷ്ടമാണ്. എൻ്റെ ചേച്ചി നന്നായി പാടും, സുലോചന, കുശിമാമിൻ്റെ. അറിയാം, യു നോ ഇറ്റ്. ചേട്ടൻ പാടുമായിരുന്നു, പക്ഷെ അത് ആർക്കും അറിയില്ല. അപ്പോൾ അനീതി ഡാൻസ് ചെയ്യുമായിരുന്നു. ഒന്നുമില്ല. ഞാൻ ഡാൻസ് ചെയ്യും. ഞാൻ കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ, ഫസ്റ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് ഫോക്ക് ഡാൻസിന് ഞാനാണ് സ്റ്റേറ്റ് ഫസ്റ്റ്. ഞാൻ കഥകളി പഠിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എക്സ്പ്രസ് ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കഥകളി പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. അതുപോ ഇതൊക്കെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മാസ് എന്ന് പറയും, അതേമാതിരി ആയിപ്പോയി. അതിങ്ങനെ ഒരുപാടൊക്കെ പഠിച്ചിട്ട് ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ ചേച്ചിയ പാട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ശോഭന പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട് തൃശ്ശൂർ. പിന്നീട് ഒരുപാട് നമ്മുടെ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇതിങ്ങനെ മുമ്പിലിരിക്കുമ്പോൾ പ്രയാസമുണ്ട്. മൂടി വേണ്ട. അപ്പോൾ അങ്ങോട്ട് തൃശ്ശൂർ ഏത് സിനിമക്കാർ വന്നാലും അത് ശോഭന പരമേശ്വരൻ നായർ അവിടെ. അത് ശോഭന സ്റ്റുഡിയോസ് ഉണ്ട്, അവിടെ പോവും. അവിടെയാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. ഞങ്ങളവിടെ അറിയാമായിരുന്നു അങ്ങനെ. അപ്പോൾ എൻ്റെ അച്ഛനവിടെ DSP ഓഫീസിൽ സൂപ്രണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പാട്ട് പാടാൻ വിളിക്കാൻ വന്നപ്പോൾ ഞാനവിടെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ മാഷ് ഉണ്ടായിരുന്നു, കാര്യാച്ചേട്ടനുണ്ടായിരുന്നു. അവരൊരു കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ വയസ്സുള്ളൊരു കുഞ്ഞിനെ. അവർ വന്നപ്പോൾ എൻ്റെ കുസൃതികളൊക്കെ കണ്ടപ്പോൾ അമ്മയുടെ ചോദിച്ചു, ഇവൻ അഭിനയിക്കുമോ ചോദിച്ചു. അമ്മ പറഞ്ഞു, ഇവൻ അഭിനയിക്കുന്നൊന്നും നമുക്കറിയില്ല, ഇതുവരെ അഭിനയിച്ചിട്ടൊന്നുമില്ല എന്ന്. ഇവിടെ ഇങ്ങനെ സ്കൂളിൽ പാട്ടുപാടി ഡാൻസും ഒക്കെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവനെ എടുത്തോട്ടെ ചോദിച്ചു. അവനൊക്കെ ഒന്നും കുഴപ്പമില്ല. അങ്ങനെയാണ് നീലക്കുയിൽ എന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. ഒന്നും അറിഞ്ഞോടാ എനിക്ക് സിനിമയെ പറ്റി. അന്ന് പറഞ്ഞു അന്നിങ്ങനെ ലൈറ്റും ഒക്കെ, ഇങ്ങനത്തെ ലൈറ്റൊന്നും അല്ല അത് കാണുകയും. വേറെ വെച്ചാൽ ക്യാമറയുടെ പുറകിലിരിക്കുന്നത് വിൻസൻ മാഷും, ഇപ്പുറത്ത് രാമുക്കാരിയാ ചേട്ടൻ, എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഭാസ്കരൻ മാഷ്. അങ്ങനെയാണ് നീലക്കുയിലിൽ അഭിനയിച്ചത്. അങ്ങനെ നീലക്കുയിലിലെ 2 ഡയറക്ടേഴ്സാണ്, ഒന്ന് ഭാസ്കരൻ മാഷും ഒന്ന് കാര്യാച്ചേട്ടനും. ഞാനെപ്പോഴും പറയാൻ, എനിക്ക് വെള്ളത്തിനോട് ഭയങ്കര പേടിയായിരുന്നു. ഏത് വെള്ളം? ഈ വെള്ളമല്ല, വെറുതെ തെറ്റിദ്ധരിക്കും. അപ്പോൾ ആ വെള്ളത്തിന് ഇറങ്ങുന്ന സീനുണ്ട്. ഞാനിങ്ങനെ പാട്ട് പാടിയിട്ട് തോണി ഇങ്ങനെ മുമ്പ് തള്ളിയിട്ടിട്ട് കയറണം. തോണി കയറണ്ട, തോണി ഇങ്ങനെ കടലാസ് വഞ്ചി. ഞാൻ പറഞ്ഞു ആ വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട സീനാണിത്. വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ അപ്പോൾ മുളങ്ങുന്നത്ത് ആവുന്നുള്ള സ്ഥലത്താണ് ഷൂട്ടിങ്. കുറേ ആൾക്കാരൊക്കെ കാണാൻ നിൽപ്പുണ്ട്. അപ്പോൾ ഭാസ്കരൻ മാഷ് ചോദിച്ചു, എൻ്റെ മേത്തൂടെ നിനക്ക് നടക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഓക്കെ, ഒരാളുടെ മേത്തൂടെ അല്ലേ നടക്കുന്നത്, വെള്ളത്തിൽ. ഈ പാവപ്പെട്ട മനുഷ്യൻ ഇന്ന് ഏത് ഡയറക്ടർ അങ്ങനെ ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ. ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവാമായിരിക്കും, അല്ലെങ്കിൽ അത്രയും. ഇദ്ദേഹം ആ വെള്ളത്തിൽ മലന്ന് കിടക്കുകയാണ് ശ്വാസം പിടിച്ചിട്ട്. ഞാൻ പുള്ളിയുടെ മേലെ കൂടിയാണ് നടക്കുന്നത്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, താഴെ ഒരാളുണ്ടല്ലോ പിടിക്കാൻ. അപ്പം പിന്നീട് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു, ആദ്യമായിട്ടൊരു ഡയറക്ടർ നഞ്ഞത്ത് ചവിട്ടിയ ആക്ടറാണ് ഞാൻ. അങ്ങനെയാണ് സിനിമയിൽ വരുന്നത്. അതിനുശേഷം 1956 എൻ്റെ അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ആ അമ്മ മരിച്ച ശേഷം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം നാടായ പാലക്കാട് ചിറ്റൂർക്ക് വന്നു. കാരണം അമ്മയുടെ കൂടിയാണ് അമ്മമ്മയും ചെറിയമ്മയും ഒക്കെ ഉണ്ടായിരുന്നത്. കാരണം അമ്മയാണ് ആ വീട്ടിലെ പെറ്റായിരുന്നു. അപ്പോൾ അമ്മമ്മ പറഞ്ഞു നമ്മുടെ നാട്ടിലോട്ട് പോകും. അങ്ങനെ ഞാൻ ചിറ്റൂർ വന്നു. അതോടെ എല്ലാ സിനിമാ ബന്ധങ്ങളും തീർന്നു. അതോടെ തീർന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരു അധ്യായം അവസാനിക്കുകയാണ്. പക്ഷേ ഈ നീലക്കുയിലിൽ അഭിനയിച്ചു എന്നുള്ള ഒരു ടാഗ് ഉണ്ടല്ലോ,
അതാണ് അടുത്തത്, അവിടുന്നാണ് അടുത്തത്, അതവിടെ കിടക്കുക. അതവിടെ കിടക്കുക. അപ്പോൾ മധു അമ്പാട്ട്, മധു അമ്പാട്ടൊന്നുമല്ല, മധുസൂദനൻ എന്ന പേര്. ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ വളരെ തിക്ക് ഫ്രണ്ട്സായി. മധുവിൻ്റെ അമ്മയുടെ അവിടെ ഒരു വിമൻസ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഡ്രാമ, അതിനകത്തൊരു കുഞ്ഞിനെ വേണം. അങ്ങനെ അവരുമായിട്ട് ഭയങ്കര അടുപ്പം. ആ അടുപ്പമാണ് എന്നെ ക്യാമറമാനാക്കിയത്. മധു എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. മധുവിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ മധു അങ്ങ് നമ്മളെ ലൈറ്റൊക്കെ ഓഫ് എന്ന് പറഞ്ഞിട്ട്, ലൈറ്റൊക്കെ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരച്ച് പഠിപ്പിച്ചു തരും. ഇത് ഇങ്ങനെ അവിടെ ഇതാണ് നടന്നത്. സരിത എന്നുള്ള സിനിമയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചത്. അപ്പോൾ മധുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ച് ചോദിച്ചു, വിപിൻ വരുന്നോ എൻ്റെ കൂടെ? അപ്പോൾ ഈ സിനിമ എന്നുള്ളത് ഈ രക്തത്തിൽ കലന്നുപോയി. മനസ്സിലായില്ലേ? അതവിടെ കിടപ്പുണ്ട്. അപ്പോൾ സിനിമയോട് എപ്പോഴും താല്പര്യമാണ്. മധു പഠിക്കാൻ പോയി, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ചോദിച്ചു എൻ്റെ കൂടെ വരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വരണമെന്ന് ചോദിച്ചാൽ എനിക്ക് അമ്മയും അച്ഛനും മരിച്ചു പോയ സമയമാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആളില്ല. ഞാൻ പറഞ്ഞു ഞാനൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കുക. എൻ്റെ ചെറിയമ്മയുണ്ടായിരുന്നു മദ്രാസിൽ, അവരുടെ കൂടിയാണ് താമസിക്കുന്നത്, ഇന്നത്തെ ചെന്നൈ. അപ്പം മധു പോയിട്ട് മധു വരുമ്പോഴൊക്കെ മധു അവിടെ കണ്ട സിനിമയെ പറഞ്ഞു തരും. ഇന്ന സിനിമ ഉണ്ട്. മധുവിൻ്റെ ഫ്രണ്ട്സും വരും, ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞാൽ, ശശി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ സിനിമ ചർച്ചകളാണ് ഞങ്ങൾ തമ്മിലുണ്ടായത്. ആ സമയത്താണ് വിധുബാല ആർട്ടിസ്റ്റായി മാറിയത്, അടിയായത്. അപ്പോൾ കണക്ഷൻ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും സിനിമ ഉണ്ട് ആ വീട്ടിൽ. അപ്പോൾ അതായത് നമ്മളെന്താവണം എന്നുള്ളത് ദൈവം നിശ്ചയിക്കുന്നു. ഞാൻ ഒരു ക്യാമറമാൻ ആവണം എന്നുള്ളത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, ഞാനല്ല നിശ്ചയിച്ച്. അപ്പോൾ ഞാൻ ആയേ പറ്റുള്ളൂ. അപ്പോൾ മധു എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഞാൻ പറഞ്ഞു മധു എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. വിപിൻ വരും, എൻ്റെ കൂടെ വരും, ഞാൻ പഠിപ്പിക്കും. അത് എനിക്കൊരു കോൺഫിഡൻസ് വെച്ചാൽ മധുവിനുള്ള കോൺഫിഡൻസ്, എനിക്ക് മധുവിലുള്ള കോൺഫിഡൻസ്. ഞാൻ പോയിട്ട് സരിത എന്നുള്ള സിനിമയാണ്, ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പുള്ളി അത് ഇവരുടെയൊക്കെ കൂട്ടുകാരനാണ്. ആ പടത്തിൽ ആദ്യമായിട്ട് ഞാൻ പോയി ഉടനെ മധു എൻ്റെ അടുത്ത് പറയാണ്, ഒരു ഷോട്ട് ഓപ്പറേറ്റ് ചെയ്തോളാൻ പറയണം. ഞാൻ ക്യാമറ കൂടെ നോക്കിയപ്പോൾ കുറേ ലൈനും ഒക്കെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ചോദിച്ചു മധു ഇതെന്തത്? ഒന്നും ചെയ്യണ്ട, ഒരു ബസ് ഇങ്ങനെ വരുന്നുണ്ടാവും. ആ ബസ് ഈ ചതുരത്തിൻ്റെ അകത്തൊന്നും പോകാൻ പാടില്ല, ആ ബസ്സിനെ ഫോളോ ചെയ്യണം. റെഡിയല്ലേ ചോദിച്ചു. വലിയൊരു സീനാണ് തൃശ്ശൂർ. ആ റോഡ് ഞാൻ ഇപ്പോഴും ആ റോഡിൽ കൂടെ പോകുമ്പോൾ ആലോചിക്കും, ഭഗവാൻ എൻ്റെ അതിനകത്തുനിന്ന് ബസ്സിൽ നിന്ന് വിജയൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു, തമിഴിൽ ഇങ്ങനെ മീശയൊക്കെ വെച്ച് ഒരുപാട് ഭയങ്കര ഫേമസ് ആയിരുന്നു. പുള്ളിയും ലളിത ചേച്ചിയും കൂടെ ബസ്സിൽ നിന്ന് ഇറങ്ങണ സീനാണ്. ഇവർ രണ്ടുപേരും കാണാൻ പോവുകയാണ്. ഒരാൾ അങ്ങോട്ടും പോകും, ഒരാൾ ഇങ്ങോട്ടും പോകും. ബസ്സിൽ വെച്ച് കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സീനാണ്. അതാണ് എനിക്ക് ഓർമ്മയുണ്ടത്. അങ്ങനെയാണ് അതായത് ഞാൻ എപ്പോഴും പറയും, ബസ് തെറ്റിയിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്. തെറ്റിക്കേറിയ ബസ്സാണ് എൻ്റെ സിനിമ. പക്ഷേ ദൈവം ആ ബസ് എനിക്ക് കൊണ്ടുവന്നതാണ്.